നമ്മളെ കാലം ഒരു പ്രൊമോഷനോടെ ഇങ്ങനെ കൊണ്ടു നടക്കും. കാലം നടക്കും. കാര്യം നമ്മളെ എൻ്റെ അമ്മ എനിക്ക് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സംഗീത കോളേജിലേക്ക് പലരും പറഞ്ഞു അവന് സംഗീതത്തിൽ വിടാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു പറ്റില്ല, അവനൊരു ഗ്രാജുവേറ്റ് ആവണം. അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഞാനൊരു ഗ്രാജുവേറ്റ് ആവണം നിർബന്ധമായിരുന്നു. അത്തരം ബിരുദധാരി ഔപചാരികതയുടെ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരാൾ പക്ഷെ കാലാധിപത്യമായത് സംഗീതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാനത് റിസ്ക് എടുക്കായിരുന്നു. ഞാൻ വർക്ക് ചെയ്യായിരുന്നു, പാരിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഈ ചെന്നൈയിലേക്കുള്ള പോക്ക് തന്നെ ഈ ജോലിക്ക് വേണ്ടിയാണ്. ജോലിക്ക് വേണ്ടി പാടാൻ വേണ്ടി പോയതല്ല, ജോലിക്ക് വേണ്ടി പോയതാ. ജോലിക്ക് വേണ്ടി പോയി ഇങ്ങനെയായി. പിന്നെ തിരിച്ചു പോരേണ്ടതുണ്ടല്ലോ തോന്നുന്നു, അവിടെ തന്നെ താങ്ങി. പിന്നീട് തമിഴിലേക്കും അത് രായ സാറാണ് അതിൻ്റെ ഒരു എം എസ് വിശ്വനാഥൻ സാറിൻ്റെ ഒരു സഹായവും സ്നേഹവും പ്രോത്സാഹനവും മലയാളത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. പണിതീരാത്ത വീട്, സുപ്രഭാതം. ആ സുപ്രഭാതം എന്ന പാട്ട് ഒരു സംസ്ഥാനതല അംഗീകാരത്തിലേക്ക് എത്തുകയും ഒരുപക്ഷെ അത് കാലാതിവൃത്തിയാകുകയും ചെയ്തു. സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ. ചേട്ടാ, നമ്മളിപ്പോൾ പുത്തൂരം പുത്തിരി ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സിനിമയിൽ വിജയേശ്വരനോടൊപ്പം ഇതിനും പാടിയ. അപ്പോൾ അത് പണ്ട് ചേട്ടനും യേശുദാസും കൂടി പാടിയ പാട്ട് പാടാം ആരോമൽ ചേവകർ അംഗം വെട്ടിയ. അത് വീണ്ടും ഇവർ രണ്ടും കൂടെ പാടിയപ്പോൾ ഒരു തലമുറയുടെ സംഘമായിട്ട് ഒരു കൗതുകം തോന്നി. പക്ഷെ എൻ്റെ മോൻ അവൻ ഇൻട്രസ്റ്റ് എടുത്ത് ആദ്യം അങ്ങ് എടുത്ത് പാടുന്നില്ല. അവൻ ജോലി വർക്കിനകത്ത് ഒരുപാട് തിരക്കായ കാരണം പാട്ട് പാടാൻ സമയം കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ജോലിയിലാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഒരു പക്ഷേ കൂടുതൽ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ അടുത്ത തലമുറയിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? ആഗ്രഹം ഉണ്ടായിരിക്കും, ചോദിച്ചിട്ടില്ല. പക്ഷെ നല്ല ശബ്ദമൊക്കെയാണ്, നല്ല ശബ്ദമാണ്, പാടാൻ പറ്റുന്ന ശബ്ദമൊക്കെയാണ്. എല്ലാം ശുദ്ധസംഗീതത്തിൻ്റെ ഒരു തെളിനീർ തടാകങ്ങളാണെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഏത് തടാകത്തിൽ കുളിക്കുമ്പോഴാണ് ഏറ്റവും ഒരു സുഖം തോന്നിയത്? ഇത് പഴയ ദേവരായൻ മാഷ് എല്ലാവരും 4 പേര്. ഇപ്പോൾ ദേവരായ മാഷെന്നോ ബാബുക്ക ബാബുരാജ്, അത് വേറെ സ്കൂളാണ്. ബാബുരാജിൻ്റെ ഹിന്ദുസ്ഥാനി ആ ഒരു വേറെ സ്കൂളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. പക്ഷേ ഈ ഞാൻ ഒരു തരത്തിൽ ഇപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ വെറുതെ ഇരിക്കില്ല, എൻ്റെ പാട്ടുകൾ എല്ലാ സ്റ്റുഡിയോയിലേക്കും പോകും ഞാൻ. ദേവരായ മാഷ റെക്കോർഡിങ് കേട്ട് ഞാൻ ഉടനെ സ്വാമിയുടെ റെക്കോർഡിങ്ങിൻ്റെ അവിടെ പോകും, അങ്ങോട്ട് ഓടും. അത് ഞാൻ ആ പാട്ടുകൾ ആരെ പാടിയാലും, യേശുദാസ് പാടിയാലും, സുശീല പാടിയാലും, ജാനകി പാടിയാലും, ബാബുക്കാണ്ടാവും, ബാബുരാജിൻ്റെ അവിടെ പോകും. കമ്പോസ് ചെയ്ത് പോയിരിക്കും, പാട്ട് കേൾക്കും, പാട്ടുകൾ എഴുതും. അപ്പം എപ്പോഴും മറക്കില്ല. ആ ഇരുപണ്ണീർ തുള്ളി സോണി പിക്ചേഴ്സ് ഹാർമോണിയം വായിച്ചിരിക്കുമ്പോൾ വരി എത്തിയില്ലല്ലോ എന്ന് ബാബുക്ക പറഞ്ഞു. അപ്പോൾ ആ വരിയൊന്നും ഭാസ്കർ മാഷ വരി കൊണ്ടാകും. അപ്പോൾ കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി അവർ കണ്ടുമുട്ടി പിന്നെ കണ്ടുവന്ന സ്വപ്നത്തിന് കഥകേടി. ഇതുപോലെ ഈ ബാബുക്കോടെ ഹാർമോണിയം കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പം അങ്ങോട്ട് വരികയാണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഓരോരുത്തർ സ്വാമിയുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തലമായിട്ട് അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, രാഘവൻ മാഷ വേറെ ഒരു വല്ലാത്ത ഒരു അത്തരം ഒരു വസന്ത. രാഘവൻ മാഷ് പാടുമ്പോൾ ആ ഫോക്കിൻ്റെ അദ്ദേഹം പാടുന്ന മാതിരി ഒരാൾക്ക് പാടാൻ പറ്റില്ല. പാട്ട് അദ്ദേഹത്തെ ട്യൂൺ അദ്ദേഹം പാടുന്ന മാതിരി ഒരു സിംഗർക്ക് അതിൻ്റെ ഒരു 50% പാടാൻ പറ്റുള്ളൂ. ഫീൽ നാടൻ ആ മണ്ണിൻ്റെ മണം എന്ന് പറയില്ലേ. ഈ മറ്റ് പിന്തുണയൊന്നും ഇല്ലാതെ പ്രതിഭ കൊണ്ട് മാത്രം ഇത്രയും കാലം നിലനിന്ന കുറേ ആൾക്കാരല്ലേ? തീർച്ചയായിട്ടും അവരൊക്കെയാണ് പ്രതിഭ. അപ്പോൾ പതിവ് പോലെ എല്ലാ ഓണങ്ങൾക്കും നാട്ടിലെത്താറ് പോലെ ഈ ഓണത്തിനും ചെന്നൈയിൽ നിന്ന് ഈ നാട്ടിൽ ഇപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മളോടൊപ്പം ചേട്ടനുണ്ട്.
ഓരോ ഓണക്കാലത്ത് വരുമ്പോഴും ആ പഴയ ആ കാലമൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറഞ്ഞു വരും. അതെ, അങ്ങനെ നിറഞ്ഞു വരുമ്പോൾ പഴയ കാലം ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ഒരു വല്ലാത്ത സങ്കടം ഉള്ളിലുണ്ടാവുമ്പോഴും ഓണം നമ്മുടെയൊക്കെ ഒരു വല്ലാത്ത ഒരു അതെ അതെ നമുക്ക് നമ്മളാ പഴയ ആൾക്കാരായി എന്നുള്ളൊരു തോന്നൽ. അതെ അതെ. അപ്പോൾ ജയചന്ദ്ര സംഗീതം, ആ ഭാവഗാന നദി ഒഴുക്ക് നിർത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് അനശ്വര ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ അദ്ദേഹം വളരെ ആവേശത്തോടെയും പ്രാർത്ഥനയോടെയും നിതാന്തമായ കാത്തിരിപ്പാണ്. കുറേ നല്ല പാട്ടുകളുടെ ഭാഗമാകുവാൻ ഈ ഭാവഗായകന് അനുഗ്രഹീത ശബ്ദം എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എല്ലാ ആശംസകളും നേരുവാൻ കൈരളി പ്രേക്ഷകർക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അല്ലേ, അതെല്ലാം എൻ്റെയും പ്രിയപ്പെട്ട ജയേട്ടൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, ഒരുപക്ഷെ നമ്മുടെ അപ്പൂപ്പനും നമ്മുടെ അച്ഛനും പിന്നീട് നമ്മളും ഒരുപാട് പ്രണയത്തോടെയാണ് ഈ ശബ്ദം മനസ്സിലേറ്റിയത്. തലമുറകൾക്കപ്പുറത്ത് ഈ ശബ്ദം ഒരു ജന്മപുണ്യം പോലെയാണ് നമ്മൾ കൊണ്ടാടിയത്. നമുക്ക് ഈ ശബ്ദം നമ്മുടെ ശബ്ദം തന്നെയാണ്. തീർച്ചയായിട്ടും ജയചന്ദ്രൻ അത് മലയാളത്തിൻ്റെ ഒരു പര്യായമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ പര്യായത്തെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടാടുകയും ചെയ്യുന്നു. ഈ ഓണം കുറേ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും അറിയിക്കുവാൻ, നമ്മൾ വല്ലാതെ മാറിപ്പോകുമ്പോൾ പഴയ പാട്ടുകളിലൂടെ നമ്മൾ മാറിപ്പോയത്, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മാറ്റങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഈ കുറച്ച് സമയം ജയേട്ടൻ്റെ സംഭാഷണങ്ങൾ ഉപകരിച്ചു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ തിരുവോണാശംസകൾ.